ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നുറുങ്ങു ചിന്തകൾ ഉപവാസത്തെക്കുറിച്ചാണ്. ഉപവാസം എന്നത് ഈശോയോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ കൂടെ വസിക്കാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നമ്മളിൽ മൂടിക്കിടക്കുന്ന ദൈവത്തിൻ്റെ അനന്ത കൃപകൾ മറ്റുള്ളവരിലേക്ക് ഒഴുകും. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 7:38, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവന്റെ അരുവികൾ ഒഴുകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ ഈ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യരും അതറിയുന്നില്ല. എന്നാൽ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശരീരത്തിൽ തൊട്ടില്ല. ആ സ്ത്രീ തൊട്ടത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അരികിലാണ്. ഈശോ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? എന്നിൽ നിന്നും ശക്തി ചുമന്നു പോയി. ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശുവിനോട് കൂടെ നടക്കുന്ന നമ്മൾ ആർജിച്ചെടുത്ത ദൈവിക നന്മകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളിലും ഈ ഒരു അനുഭവം രൂപപ്പെടുന്നതാണ് ഉപവാസം. ഈ നോമ്പ് കാലഘട്ടത്ത് നമുക്ക് അങ്ങനെ ഒന്ന് അഭ്യസിക്കാം. ഈ ഉപവാസം ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അതിന് വേണ്ട അനുഗ്രഹം ഈശോ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമേൻ.